സോ ഫാർ സോ ഗുഡ് എന്ന് പറയുന്ന പോലെ ഇപ്പോഴത്തെ നയങ്ങൾ ആക്ച്വലി നമ്മളെ പ്രത്യേകിച്ച് ഇന്ത്യ, പ്രത്യേകിച്ച് കേരളത്തിന് വലിയ ദോഷമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം അത് ഞങ്ങളുടെ തന്നെ സെക്ടറിൽ, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ, അപ്പാർട്ട്മെൻറ്റ്സ്, സെയിൽസിലോ അല്ലെങ്കിൽ ഒരു ഡിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡിപ്പൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പേടിച്ചിരുന്നു. പക്ഷേ ഡിപ്പ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കുറച്ച് ബെറ്ററാണ്. കാരണം പലരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പടിപടിയായിട്ട്. പണ്ടത്തേക്ക് അപേക്ഷിച്ച് ഇപ്പം ഞാൻ ഈ മേഖലയിലേക്ക് വന്നിട്ട് വർഷങ്ങൾ പറയാലോ. അപ്പോൾ പണ്ടത്തേക്ക് അപേക്ഷിച്ച് ഇന്ത്യ ഒത്തിരി മുന്നോട്ട് പോയി. നമ്മുടെ കുറേ കോമ്പണൻസോ അല്ലെങ്കിൽ കുറേ റോ മെറ്റീരിയൽസോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നിരുന്നാൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ മേക്ക് ഐറ്റംസൊക്കെ തന്നെയാണ്. അതൊക്കെ വേൾഡ് ക്ലാസ് കമ്പനികൾ ഇന്ത്യയിൽ ഫാക്ടറികൾ ഇട്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടിയായതുകൊണ്ട് കുറച്ച് പ്രൈസ് എസ്കലേഷൻ വന്നിട്ടുണ്ട്. അത് മാർക്കറ്റ് അബ്സോർബ് ചെയ്യുന്ന തന്നെയാണ് നമ്മുടെ വിചാരം. പേടിച്ചിരുന്നിട്ട് നിക്ഷേപം നടത്താതിരുന്നിട്ടും കാര്യമില്ല. ഇപ്പോഴും നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുമ്പോൾ ഇന്ത്യൻ പ്രോഡക്ട്സ് ഇപ്പോഴും ലോക നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അത് നമ്മളെക്കാളും വളരെ പുറകിലായിരുന്നു പണ്ട് ചൈന. അപ്പോൾ ചൈന പടിപടിയായിട്ട് ഉയർന്നു വന്ന് എത്രയോ നമ്മളിൽ മുന്നോട്ട് പോയി. അപ്പോൾ അതുപോലെ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിലും അതിൻ്റെ പെർഫെക്ഷൻ്റെ കാര്യത്തിലും അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലും അതിൻ്റെ ഇന്നോവേഷൻ്റെ കാര്യത്തിലും ഒന്നും നമുക്കങ്ങ് ഒപ്പം എത്താൻ പറ്റിയിട്ടില്ല. അത് എല്ലാവരും ഉത്സാഹിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇന്ത്യ നമ്മൾ എന്തൊക്കെയായാലും പണ്ടത്തെ അപേക്ഷിച്ച് നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയി എന്ന് നമ്മൾ അഹങ്കരിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇനിയും മുന്നോട്ട് പോയി കൂടാ? ഇനിയും നമ്മൾ ക്വാളിറ്റി പ്രോഡക്ട്സിൻ്റെ സോഴ്സ് ചെയ്യുന്നൊരു രാജ്യമാണ് എന്ന് ലോക നിലവാരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. എത്തട്ടെ.